ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ എല്ലാവരും എവിടെയെങ്കിലും ഒരു മെൻഷൻ മമ്മൂക്കാനെ പറ്റി പറയാൻ കിട്ടുന്ന ഒരവസരവും വിടുന്നില്ല. ഇപ്പൊ കാതൽ പോലുള്ള ഒരു സിനിമ ഈ ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന വേറെ ആരും ചെയ്യില്ല. ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമ, ഭ്രമയുഗം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അർജുന്റെ ക്യാരക്ടർ ആദ്യം എൻ്റെ അടുത്തായിരുന്നു പറഞ്ഞത്, ഞാൻ ചെയ്യാനിരുന്നൊരു സിനിമയായിരുന്നു. അപ്പൊ ഇത് വന്ന് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഇത് മമ്മൂക്ക ചെയ്യാന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. കാര്യം അദ്ദേഹം ഇത് ജഡ്ജ് ചെയ്തു, ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നു, അദ്ദേഹത്തിന്റെ ഈ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ഈ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഫ്രം ഹിസ് പേഴ്സണൽ ലൈഫ്, ഫ്രം ഹിസ് സ്റ്റൈലിംഗ് ടു ഹിസ് ഫാമിലി ലൈഫ്, എല്ലാത്തിലും അദ്ദേഹം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം എടുത്തു പറയുവാണെങ്കിൽ ഈ റീസെന്റ് ഫിൽമോഗ്രഫി എടുത്ത് നോക്കുവാണെങ്കിൽ ഇത്രയും വെറൈറ്റി ഓഫ് സിനിമകൾ, അത് അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോഴും ആ ഒരു ഒരു ഫൈനൽ ലാപ്പ് എന്ന് പറയാൻ പാടില്ല, എങ്കിൽ പോലും അദ്ദേഹം സ്വയം അഡ്രസ്സ് ചെയ്തിട്ട് അത് അങ്ങോട്ട് ആസ്വദിക്കുവാണ്. എനിക്ക് ഇനിയും ചെയ്യണം എന്നുള്ളൊരു കൊതിയുണ്ടല്ലോ. ആ ക്യൂരിയോസിറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഒരു ആക്ടറിന്റെ, ആ ഒരു പാഷനാണ് എപ്പോഴും ഒരു ആക്ടറിന് വേണ്ടത്.